ഹൈക്കോടതിയിലുണ്ടായ പുതിയ ഒരു ജഡ്ജ്മെൻറ്റ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഒരു വലിയ സംഭവമായി മാറുകയാണ്. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഒരു ക്രിമിനൽ കേസിൻ്റെ അകത്ത് വിട്ടയക്കപ്പെട്ടവർ വീണ്ടും അത് അപ്പീൽ പോയതിന് ശേഷം അവരെ പ്രതിയായി കാണാനും അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടി എൻ്റെ ഓർമ്മയിൽ അടുത്തൊന്നുമില്ല. ഞാൻ കോടതിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. ആദ്യത്തെ ഒരു സംഭവമാണിത്. അവർ പോയത് അപ്പീലാണ്. ആ അപ്പീൽ പോയതിൻ്റെ അകത്ത് അപ്പീൽ പോയ വിഭാഗത്തിൻ്റെ ആളുകളെയാണ് ഇപ്പോൾ ആ കേസിൻ്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ആ കേസിൻ്റെ അകത്ത് ഇനിയും അകത്താകേണ്ടവരുണ്ട്. 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് ആ കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളെ യോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും മുൻകൈയുമില്ല എങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല. ചന്ദ്രശേഖരന് നേരത്തെ ഒരു വെല്ലുവിളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവന് വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഒരു കാലത്ത് തീപ്പൊരിയായിരുന്നു ചന്ദ്രശേഖരൻ. CPM-ൻ്റെ അഗ്നിയാണ് അവിടെ ആ പ്രദേശത്ത്. പക്ഷേ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അകന്നപ്പോൾ ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ഗൂഢാലോചന കോടതി അതുപോലെ വിലയിരുത്തി എന്നതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട്. ഇപ്പോൾ 2 പേർക്ക് കൂടെ ശിക്ഷ കൊടുത്തിരിക്കുന്നു. 2 പേർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ശിക്ഷ പൂർണ്ണമാവുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഇതിന് നേരത്തെ ഈ സംഭവത്തിന് നേരത്തെ പറഞ്ഞു കേട്ട സംഭവമാണ്. അവിടുത്തെ പ്രാദേശിക തലത്തിലെ പാർട്ടി പ്രവർത്തകന്മാരും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇവരുടെ ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു കേട്ടതാണ്. അവിടെ ഒരു പിണറായി വിജയൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹവുമായി ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു, ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. പിണറായി വിജയൻ കൊടുത്തൊരു നിർദ്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയില്ല എന്നതിൻ്റെ പുറത്ത് ചന്ദ്രശേഖരനും അവരും തമ്മിൽ ഭയങ്കരമായ പടവലിയായിരുന്നു. ഇതിൻ്റെ പിറകിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് കോഴിക്കോട് ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊലയാളികൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യമില്ലല്ലോ. സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ CPM-നെ പോലത്തെ ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിൻ്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് പിണറായി വിജയൻ്റെതാവാനാണ് സാധ്യത. തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം. ഒരിക്കൽ ശിക്ഷിച്ചവരുടെ ശിക്ഷ ശരിവച്ചെന്ന് മാത്രമല്ല 2 CPM നേതാക്കൾക്ക് കൂടി ഹൈക്കോടതി ശിക്ഷ വിധിച്ചു. കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നീ CPM നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ വിചാരണ കോടതി വിട്ടയച്ചവരാണ് ഇവർ. പുതുതായി അവർക്ക് അനുകൂലമായ വിധി വാങ്ങാനാണ് പോയത്. പക്ഷേ കിട്ടിയത് അവർക്ക് ശിക്ഷയാണ്. ശിക്ഷ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടി.പി. ചന്ദ്രശേഖരനെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്നും ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കല പോലെ റോഡിൽ ചെതറി വീഴുമെന്നും പ്രസംഗിച്ച ആളാണ് കൃഷ്ണൻ. അതൊക്കെ നേരത്തെ വന്നതാണ്, ചർച്ച ചെയ്ത വിഷയങ്ങളാണെന്നൊക്കെ. ജ്യോതി ബാബു കൊലയാളികളുമായി തുടർച്ചയായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളാണ് ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി C. മോഹനെ വിട്ടയച്ചതാണ് വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത. ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് KK രമ MLA തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ കോൺഗ്രസും പിന്താങ്ങുന്നു. കോഴിക്കോട്, കണ്ണൂർ എന്നീ 2 ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചിച്ച് നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകമാണ്. അതുകൊണ്ട് ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനൊരു കൊലപാതകം അരങ്ങേറില്ല. ടി.പി. ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് പിണറായി വിജയനാണ് ആദ്യം വിശേഷിപ്പിച്ചത്. കൊലയ്ക്ക് ശേഷവും കുലംകുത്തി തന്നെ എന്ന് പിണറായി ആപത്തിൽ ചുറപ്പിക്കുകയും ചെയ്തു. കൊലയ്ക്ക് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും അതിനകത്തൊരു അയവ് വരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല. കുലംകുത്തി തന്നെ എന്ന് അദ്ദേഹത്തെ കൊന്നതിന് ശേഷവും പറയാനുള്ള ആർജവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഗുണത്തിൻ്റെ ആർജവത്വമല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ.